أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 98-ാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: പറയുക, ആരാണോ ഈ കാരണം കൊണ്ട്, അതായത് ജിബ്രീലിൻ്റെ ശത്രുവായത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഇതിനെ, അതായത് വിശുദ്ധ ഖുർആനെ, അതിനു മുമ്പിലുള്ള ദൈവിക ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതും സത്യവിശ്വാസികൾക്ക് സന്മാർഗവും സുവിശേഷവും നൽകുന്നതുമായ നിലയിൽ നിൻ്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട്. ഇതിൻ്റെ തഫ്സീറിൽ ഹദ്രത്ത് ഖലീഫ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വിശുദ്ധ ഖുർആനും ബൈബിളും ഏകകണ്ഠമായി ജിബ്രീൽ അള്ളാഹുവിൻ്റെ സമീപസ്ഥമായ മലക്കുകളുടെ നേതാവാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി കലാമെ ഇലാഹി, അതായത് അള്ളാഹുവിൻ്റെ ദാസരിൽ അവൻ്റെ സന്ദേശം അള്ളാഹുവിൻ്റെ ദാസരിൽ എത്തിക്കുക എന്നതാണ്, വഹി എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ യഹൂദികൾ അവരുടെ അപജയ കാലഘട്ടത്തിൽ ജിബ്രീലിനെ യുദ്ധങ്ങളുടെയും അതുപോലെ തന്നെ ശിക്ഷകളുടെയും മലക്കായിട്ടാണ് മനസ്സിലാക്കിയത്. ജിബ്രീലിനെ അവർ അവരുടെ ശത്രുവായിട്ടാണ് മനസ്സിലാക്കിയത്. ഇതിന് ചില ഹദീസുകളിലൂടെ ഇതിന് ഒരു തെളിവ് പറയുന്നത് ഇബ്നു കസീറിൻ്റെയും അതുപോലെ തന്നെ മുസന്നദ് അഹ്മദ് ബിൻ ഹംബലിൻ്റെയും റിവായത്തിൽ അടിസ്ഥാനത്തിലൊരു കാര്യം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യതയ്ക്കുള്ള തെളിവുകൾ അവരുടെ യഹൂദികളുടെ മുമ്പിൽ അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയില്ല അവർക്ക്. അങ്ങനെ മറുപടി കിട്ടാതാകുമ്പോൾ അവർ പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് ഈ വഹി കൊണ്ടുവരുന്നത് ആരാണ്? അപ്പോൾ മുസ്ലിങ്ങൾ പറയും ജിബ്രീൽ എന്ന് മറുപടി പറയും മുസ്ലിങ്ങൾ. അപ്പോൾ അവർ ആ മലക്ക്, അതായത് ജിബ്രീൽ യുദ്ധത്തിൻ്റെയും വഴക്കിൻ്റെയും ശിക്ഷയുമെല്ലാം കൊണ്ടുവരുന്ന മലക്കാണ്, ഞങ്ങളുടെ ശത്രുവാണ്, അതിനാൽ ഞങ്ങൾ ഈ കലാമിൽ വിശ്വസിക്കുകയില്ല എന്ന് അവർ പറയാറുണ്ട്. ഹുദൂർ പറഞ്ഞു, ഇത് ഇവർക്ക്, ഈ യഹൂദികൾ താൽമൂദിൻ്റെ ഒരു റിവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് എന്ന് പറയുന്നു. എന്നാൽ ബൈബിളിൽ ജിബ്രീലിനെ കലാമെ ഇലാഹി കൊണ്ടുവരുന്ന മലക്ക് ആയിട്ടാണ് പറയുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം എന്ന അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ 16-17 ആയത്തിൽ പറയുന്നു, ഗബ്രിയേലെ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്ന് ഊലായി തീരത്തു നിന്ന് വിളിച്ചു പറയുന്നൊരു മനുഷ്യൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്തേക്ക് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പറയുന്നു, ദൂതൻ അവനോട് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും നിനക്ക് സന്തോഷവാർത്ത അറിയിക്കാനും എന്നെ അറിയിച്ചിരിക്കുന്നു. ഇതുപോലെ 2-3 തെളിവുകളും കൂടി ഹുസൂർ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് യഹൂദി ഹദീസുകളിൽ ജിബ്രീലിനെ ശിക്ഷാദൂതനായി കണക്കാക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, മീക്കായേലിനെ ദിവ്യവെളിപാട് കൊണ്ടുവരുന്ന ദൂതനായി കണക്കാക്കാനും അവർ തുടങ്ങി. അതിനൊരു കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹുദൂർ പറയുകയാണ്, പലപ്പോഴും ജിബ്രീൽ കൊണ്ടുവന്നിരുന്നത് അവരുടെ പ്രവൃത്തി കാരണം, ഈ യഹൂദികളുടെ പ്രവൃത്തി കാരണം അവരുടെ ശിക്ഷയ്ക്കുള്ള മുന്നറിയിപ്പാണ് തുടർച്ചയായി കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജിബ്രീലിനെ അവരുടെ ശത്രുവായും ഇതിങ്ങനെ ശിക്ഷകൾ കൊണ്ടുവരുന്ന മലക്കായും അവരങ്ങനെ ജിബ്രീലിനെ ആയി കണക്കാക്കാൻ തുടങ്ങി. എന്നിട്ട് ഹുസൂർ ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലൊരു അവസ്ഥയെക്കുറിച്ച് പറയുന്നു, ഇന്നും ചിലർ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രവചനമനുസരിച്ച് ശിക്ഷകൾ വരുമ്പോൾ ഇത് ലോകത്തെ നശിപ്പിക്കാൻ വന്ന നബി എന്ന് പറയാറുണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ. ഇതേ ആരോപണമാണ് ജിബ്രീലിൻ്റെ മേലും ഉന്നയിക്കപ്പെട്ടത്. അതിനെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ദൂരീകരിച്ചത്. തുടർന്ന് ഹുസൂർ പറയുന്നു, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം ഖുർആൻ മജീദ് നിൻ്റെ ഹൃദയത്തിൽ ഇറക്കിയതിനാണോ അവർ അദ്ദേഹത്തോട്, അതായത് ജിബ്രീലിനോട് ശത്രുത പുലർത്തുന്നത് എന്ന
ഈ ആയത്തിൽ അള്ളാഹു യഹൂദികളുടെ ചില ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ജിബ്രീൽ എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതിനാണ്. ഇതിൻ്റെ ഉത്തരത്തിൽ 4 ഉത്തരങ്ങളായിട്ടാണ് ഹുദൂർ ഇതിൽ പറയുന്നു. ഒരു മലക്കും സ്വന്തം ഇഷ്ടപ്രകാരം വചനം അവതരിപ്പിക്കാൻ കഴിയില്ല. ഒരു മലക്കിനും സ്വന്തം ഇഷ്ടപ്രകാരം വചനം അവതരിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് അതിൻ്റെ അവതരണം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴിലാണ്. അതിനാൽ വചനം അവതരിപ്പിക്കുന്ന മലക്ക് ജിബ്രീലായാലും മീകായിലായാലും എന്തായാലും വചനം അവതരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അതിനാൽ മലക്കിൻ്റെ പങ്ക് വചനത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല. കാരണം വചനം കൊണ്ടുവരുന്നവൻ്റെ വ്യത്യാസത്താൽ വചനത്തിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് അത് സ്വീകരിക്കുന്നത് നമ്മൾക്ക് നിർബന്ധമാണ്. ഇനി അവശേഷിക്കുന്നത് ജിബ്രീൽ ഇത് എന്തിനു കൊണ്ടുവന്നു എന്നുള്ളതാണ്. മീകായിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവും ഇത് തന്നെയാണ്. ജിബ്രീൽ സ്വയം ഇത് അവതരിപ്പിച്ചിട്ടില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല ഈ വചനത്തിൻ്റെ ശ്രേഷ്ഠതയും ഒരു തെളിവായി പറഞ്ഞിരിക്കുന്നു. അതായത് ഇതിങ്ങനെ വെറുതെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതല്ല. ഈ താരീം ഈ നബിയുടെ ഹൃദയത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്, നബിയുടെ ഹൃദയത്തിലാണ് അവതരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതായത് അതിനാൽ ഈ ഉപദേശം അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ കീഴ്പ്പെടുത്തി. ഇവിടെ ഹുസൂർ മറ്റൊരു കാര്യം വരച്ചു കാട്ടുന്നത് തത്വചിന്തകന്മാരുടെ ചിന്തകളും നബിമാരുടെ അധ്യാപനവും തമ്മിലുള്ള വ്യത്യാസം ഹുസൂർ ഇവിടെ വരച്ചു കാട്ടുന്നുണ്ട്. പറയുന്ന നബിമാരുടെ മേൽ അവതരിപ്പിക്കപ്പെടുന്ന വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ തത്വചിന്തകന്മാരുടെ ചിന്തകളുടെ ചിന്തകൾ അവരുടെ മസ്തിഷ്കത്തിലാണ് അവതരിക്കുന്നത്. അവൻ്റെ വികാരങ്ങൾ അവൻ്റെ ചിന്തകൾക്ക് അതീതമല്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് നബിയുടെ മേൽ അവതരിപ്പിക്കുന്ന വചനമനുസരിച്ച് പ്രവൃത്തി ഉണ്ടാകുന്നു. എന്നാൽ തത്വചിന്തകന്മാരുടെ അവസ്ഥ അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പത്നിയോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് വിശുദ്ധ ഖുർആൻ, അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയുണ്ടായി. ഖുർആൻ കരീമിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ കാണാമായിരുന്നു എന്ന് ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു. മറ്റൊരു കാര്യം പറയുന്നത് നസ്സല അലാ ഖൽബിക ബിഇദ്നില്ലാഹ് എന്നതിൽ ജിബ്രീൽ ഈ വചനം അള്ളാഹുവിൻ്റെ അനുമതിയോടെ നിൻ്റെ ഹൃദയത്തിൽ ഇറക്കിയിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. ഇതിൽ ജിബ്രീലിൻ്റെ ഇച്ഛയ്ക്ക് യാതൊരു ഇടപെടലും ഇല്ല. അതുകൊണ്ട് അദ്ദേഹം നിങ്ങളോടുള്ള ശത്രുത കാരണം മറ്റൊരാളിൽ വഹി ഇറക്കി എന്ന് പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ പരാമർശം നൽകിക്കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജിബ്രീൽ നിങ്ങളോടുള്ള ശത്രുത കാരണം ബനു ഇസ്മായിലിലെ ഒരു വ്യക്തിക്ക് അനാവശ്യമായി ഇത് അവതരിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. ഈ വചനം അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണ് അവതരിപ്പിച്ചത്. മഹത്തായ അമാനത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് അർഹനായ വ്യക്തിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് പറയുന്നു. മറ്റൊന്ന്, ഈ ദൂതനുമേൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വചനം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള പ്രവചനങ്ങളെ പൂർത്തീകരിക്കുന്നതാണ്. അതിനാൽ ഇത് ശത്രുതയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.